ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ ദൈവത്തിൽ പ്രശസ്ത കവി, അധ്യാപകനൊക്കെയായ, മലയാളികൾക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത, ഓരോ ശിശുരോധനത്തിലും 1 കോടി ഈശ്വരവിലാപം കേൾക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച ശ്രീ മധുസൂദനൻ നായർ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ ദൈവം എന്ന് ആണ് നമ്മുടെ സങ്കല്പം. ഈ ദൈവം എന്ന സങ്കല്പം ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ അങ്ങയുടെ ഒരു പോയറ്റാണ്, അതോടൊപ്പം അധ്യാപകനാണ്. എങ്ങനെയാണ് ഈ ദൈവം എന്ന സങ്കല്പത്തെ നോക്കിക്കാണുന്നത്? കുട്ടിക്കാലത്ത് ദൈവം എന്ന് പറയുമ്പോൾ എന്തൊക്കെ അമാനുഷമായ എന്തൊക്കെ വരം തരുന്ന ദിവ്യത്വമുള്ള എന്തൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത്. ഞാൻ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് വളർന്നത്. അതുകൊണ്ട് ദൈവഭയം അല്ല, ദൈവസ്നേഹമായിരുന്നു എനിക്ക്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി, ചങ്ങാതി. ആ ചങ്ങാതി എന്ന അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ പിന്നീട് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് കൂടുതൽ തെളിഞ്ഞു വന്നു. ദേവൻ അല്ല ദൈവം. ദേവൻ ദീപ്യമാനനാണ്, പ്രകാശരൂപനാണ്, പ്രകാശിക്കുന്നവൻ, വ്യാപിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദ്യോവിലെ ശക്തിയാണ് ദൈവം. ദ്യോവിലെ സൂക്ഷ്മശക്തികളാണ് ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. വിദേശീയർക്ക് ദൈവം ഒന്നേ ഉള്ളൂ. പല വിദേശീയ സങ്കല്പത്തിലും ദൈവം ഒന്നേ ഉള്ളൂ. അവർ ദൈവം എന്ന് പറയുന്നതല്ല ഭാരതീയ സങ്കല്പത്തിലെ ഈശ്വരൻ. അല്ലെങ്കിൽ അവർ ദൈവം എന്ന് പറയുന്നത് എന്തോ അതിനെ ഭാരതീയ സങ്കല്പത്തിൽ ഈശ്വരൻ എന്നാണ് പറയുന്നത്. മറ്റുള്ളതെല്ലാം ദൈവങ്ങളാണ്, ഈശ്വരൻ മുകളാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത് ആയിട്ട്, ഉള്ളതായിട്ട് ഒന്നേ ഉള്ളൂ. അത് ഒന്ന് മാത്രമാണ്. അതിനെ അറിയുന്നവർ ബഹുവിധത്തിൽ പറയുന്നു, പല പേരുകൾ കൊണ്ട് പറയും. ഇതിനപ്പുറം നമുക്ക് ക്രെഡിബിളായി വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഒരു ശക്തി, നമ്മളെ അറിയുന്ന, നമ്മുടെ ജീവിതം വിധി അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തി കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു കോസ്മിക് മൈൻഡ് ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? അതോ നമ്മുടെ ഒരു വിഷ്വൽ തിങ്കിങ് ആണോ? എനിക്കൊരു മനസ്സുണ്ടോ? താങ്കൾക്കുണ്ടോ? ഉണ്ട്. എനിക്കും താങ്കൾക്കും ഈ മനസ്സ് എവിടുന്നുണ്ടായി? എൻ്റെ മനസ്സ്, താങ്കളുടെ മനസ്സ്, ഈ രണ്ട് മനസ്സിലും 2 വ്യത്യസ്തമായ സങ്കല്പനങ്ങളാണ്. പക്ഷേ ഞാനും താങ്കളും രണ്ടുപേരും ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ മനസ്സ് എന്ന് ഞാൻ പറയുന്നത് എൻ്റേതായ സങ്കല്പനങ്ങളാണ്. അപ്പോൾ താങ്കൾ പറയുന്നു എൻ്റെ മനസ്സ്, അത് വേറെ. ഈ 2 പേരുടെയും എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരെണ്ണമുണ്ട്. ഈ ഞാൻ ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്ന ബോധത്തിൻ്റെ ഉണർവാണ്. ഞാൻ എന്ന ബോധം പൂർണ്ണമായി വികസിക്കുമ്പോൾ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ ബോധം തന്നെയാണ് ഞാൻ എന്ന ബോധവും എന്ന് ബോധപ്പെടും. ആ ഒരു ബോധമാണ് ശരിയായിട്ടും എൻ്റെ ഈശ്വരാനുഭവം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഈശ്വരൻ എന്ന് സങ്കല്പിക്കുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട്. എനിക്ക് പ്രത്യക്ഷമായിട്ട് എനിക്ക് ഒരു വരവും വന്ന് ദൈവം തന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഏതോ വിശാലമായ ബോധത്തിലേക്ക് ഉണർന്നെത്തുമ്പോൾ ആ ബോധവും ഞാനും തമ്മിൽ ഒരു വലിയ പൂജ്യവും ചെറിയ പൂജ്യവും തമ്മിലുള്ള ബന്ധമായി ഒന്നാവുന്നു, ഏകത്വം. ആ ഏകീഭാവത്തിലാണ് ശരിയായ സാക്ഷാത്കാരം എന്ന് പറയാം. ഞാൻ അവിടെ തന്നെ ഒരു സംശയമായിട്ട്, തീർച്ചയായും ഇതൊരു വലിയ ഫിലോസോഫിക്കൽ, അത് നീ ആകുന്നു എന്നുള്ളൊരു തിരിച്ചറിവും 2 അല്ല എന്നുള്ള തിരിച്ചറിവുമാണ്. ഇത് ഒരു ഫിലോസോഫിക്കൽ ബ്രില്യൻ തിയറി എന്നതിനപ്പുറം നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ന്യൂ ഏജിൽ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ വിളിക്കും, ലൈറ്റ് കാണുമെന്ന് പറയും, സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതും ഒരു വിഷ്വൽ തിങ്കിങ് ആണ്? അത് ഓരോ ആളിനെയും ആസ്പദിച്ചിരിക്കും. ചിലർക്ക് ചിലതൊക്കെ തോന്നാം, എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. തോന്നുന്നതെല്ലാം ദിവ്യത്വമാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഉന്മാദിക്കും തോന്നാം, ഏത് ഭ്രമകൽപ്പനയുള്ളവനും തോന്നാം. അത്തരം തോന്നലുകളെല്ലാം ദിവ്യത്വമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയായിട്ട് ഇത് ബോധത്തിൻ്റെ ഒരു സമ്പൂർണമായ ഉണർവാണ്, അറിവാണ്. അറിവല്ലാതെ മറ്റൊന്നും ഈശ്വരനായിട്ട് വരില്ല. അല്ല, ഒരു ഇന്റലക്ച്വൽ റിയലൈസേഷനും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഉണ്ട്. ആത്മീയമായ
അനുഭവമാണ്. ഈ ആത്മീയം എന്നതിനെ ഇൻ്റലക്ച്വൽ എന്ന് വിശേഷിപ്പിക്കാൻ ഒക്കില്ല, അതിനും അപ്പുറമാണ്. ഇമോഷണൽ എന്നും പറയാൻ ഒക്കില്ല. കാരണം ഇമോഷൻ്റെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട വേറൊരു അവസ്ഥയാണ് ഈ ആത്മീയമായ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ ബോധവും എൻ്റെ ബോധവും ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവം. ആ അനുഭവം എനിക്കറിയാം, മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഒക്കില്ല. പ്രപഞ്ചത്തിന് മുഴുവൻ മനസ്സുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ടാവില്ല. കാരണം ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും കുറച്ച് ആയുസുള്ളൊരു ജീവിയാണ്. ഇത്തിരിയോളം ആയുസ് എനിക്കുള്ളൂ. പ്രപഞ്ചം അപാരമായ കാലത്തിൻ്റെ ഏതോ ഒരു ഇതിൽ കൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ കാലത്തെയും സ്ഥലത്തെയും ഒരുമിച്ച് ചേർത്ത് വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയാണത്. അതിനെക്കുറിച്ച് ആകെ കൂടെ പണ്ടുള്ളവർ പറഞ്ഞത് ബ്രഹ്മം എന്നാണ്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സദാ ബൃംഹണം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സദാ സംസരത്തായിട്ട്, അതായത് സദാ ചലിക്കുകയും എന്നാൽ ഒട്ടും ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഊർജ തരംഗം എന്ന് പറയുന്നതിൽ ഏറ്റവും സൂക്ഷ്മമായ ഒരു അവസ്ഥയാണ് ഈ ഞാൻ എന്ന തോന്നൽ. ആ ഞാൻ എന്ന തോന്നലിൻ്റെ ചെറിയ കുടമാണ് ഞാൻ. ഈ കുടത്തിനകത്ത് ഞാൻ ഇരിക്കുന്നു. ഓരോരുത്തരും ഓരോ കുടമാണ്, എല്ലാവരുടെ അകത്തുമുണ്ട്. എനിക്ക് അതുകൊണ്ട് മറ്റൊരാളിൽ ഈശ്വരനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ കുടത്തിനകത്തെ സ്പേസ് എല്ലാത്തിലും സിമിലർ ആണെന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാം അല്ലേ കുടത്തിനകത്തെ സ്പേസ് തൽക്കാലം കുടത്തിൻ്റെയാണ്. കുടം പൊട്ടുമ്പോൾ അത് ആകാശത്തിന്റെ വകയാണ്. ഇത് തന്നെയാണ് ഞാൻ അടുത്ത ചോദ്യം. ഞാൻ ഈ കുടത്തിന്റെ ഉദാഹരണം എടുത്ത് പറയാൻ വന്നത്. അതായത് ഇതിന്റെ ഒരു ബേസിക് പ്രിമൈസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ എന്നൊരു സത്യമില്ല, പകരം നമ്മളെല്ലാം ഒരു കോസ്മിക് ഹോളിന്റെ പാർട്ടാണെന്നുള്ളതാണല്ലോ അതിന്റെ ഒരു അടിസ്ഥാന പ്രിമൈസ്. സംഗീതം പോലെയാണ്. സംഗീതത്തിൽ നമുക്ക് കേൾക്കാവുന്ന സംഗീതം വേണമെങ്കിൽ അതിന് വ്യക്തിയായ സ്വരം വേണം. ഓരോ സ്വരവും ഓരോ വ്യക്തിയാണ്. വ്യഞ്ജിക്കുന്നതാണ് വ്യക്തി, തെളിഞ്ഞു വരുന്നത്. സമ്പൂർണമായ ഒന്നിൽ നിന്ന് ഒറ്റയൊറ്റയായി തെളിഞ്ഞു വരുന്നതാണ് വ്യക്തി എന്ന് പറയുന്നത്. ആ വ്യക്തി അടങ്ങുന്നതാണ് സമ്പൂർണത. അപ്പം സമ്പൂർണതയാണ് സത്യം. അതിൽ നിന്ന് ഒന്നൊന്നായിട്ട് വ്യഞ്ജിച്ചു വരുന്നു. നാദസ്വരൂപമായ ഒന്നിൽ നിന്ന് ഒരു സായോ ഒരു രീയോ ഒരു ഗായോ വ്യഞ്ജിച്ചു വരുന്നു. ഇങ്ങനെ വരുന്ന സ്വരങ്ങളെ നാദത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള ശ്രുതിയിൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ സംഗീതവും. ഇതെല്ലാം അടങ്ങുന്നത് ആത്യന്തികമായി മൂകമായ സംഗീതത്തിലാണ്, മൂകമായ നാദത്തിലാണ്. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ പൂർവ്വജന്മം, പുനർജന്മം, ജന്മജന്മാന്തര ബന്ധങ്ങൾ ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു കവി ഹൃദയം പലപ്പോഴും റൊമാൻറ്റിക് ആണെന്ന് പറയാറുണ്ട്, ഐഡിയലിസ്റ്റിക്കും എന്ന അർത്ഥത്തിലും അല്ലാതെയും. ഈ സോൾ മേറ്റ് പോലുള്ള സങ്കല്പങ്ങൾ ശരിയാണോ അതോ മനുഷ്യന്റെ ഭാവന മാത്രമാണോ? എൻ്റെ ഉള്ളിൽ എത്ര ലോകമുണ്ട് എന്ന് എനിക്ക് പോലും അറിയില്ല. എനിക്ക് എത്ര ഓർമ്മയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓരോന്ന് സന്ദർഭത്തിനനുസരിച്ച് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ എല്ലാ പൂർവ്വകാലങ്ങളും എല്ലാ പൂർവ്വസ്ഥലങ്ങളും, പൂർവ്വകാലങ്ങളും പൂർവ്വസ്ഥലങ്ങളും പൂർവ്വ അനുഭവങ്ങളും എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും മറ്റൊരാളുടെ അകത്തും ഉണ്ട്. ഇതെല്ലാം സന്നിഹിതമാണ്. ഒരു കൊച്ചു വിത്തിനകത്ത് ഒരാൽമരമുണ്ട്. വിത്ത് ഇത്തിരി കൂടെ ഉള്ളൂ. കടുവിൻ്റെ എത്രയോ ചെറുതാണ് ആൽമരത്തിൻ്റെ ഒരു വിത്ത്. അതിൻ്റെ അകത്തു നിന്നാണ് ആൽമരം പൊന്തി വരുന്നത്. സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെ എല്ലാ ശക്തികളും ഏറ്റവും സൂക്ഷ്മമായി അതിലടങ്ങിയിരിക്കുന്നു. ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂതപരമ്പരകളുടെ അനുഭവങ്ങൾ മുഴുവനും നമ്മുടെ ഉള്ളിലും ഏതാണ്ട് സ്വരൂപിച്ചിരിക്കുന്നതാണ്. ഇതൊന്നാം തരം ഒരു ശാസ്ത്രമാണ്. പുതിയ ശാസ്ത്രം അതിൻ്റെ ഓരോ വാക്കുകൾ അറിഞ്ഞറിഞ്ഞു വരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് പിടികിട്ടാത്ത ഒന്ന് തന്നെയാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ അന്ധൻ ആനയെ കണ്ടതുപോലെ ഇത് മുറം പോലെ ഇരിക്കുന്നു. ഞാൻ കണ്ടു ചൂല് പോലെയാണ് എന്ന് പറയാം. ഇതുപോലെ എനിക്ക് വിഷ്വൽ തിങ്കിങ് ഉണ്ടായി. ഞാൻ പറയുന്നു ചൂല് പോലെയാണ്. ഈ രോഗശാന്തി ശുശ്രൂഷയിൽ ഒരാൾ പറയുന്നു ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വരും. വേറെ ദിവ്യൻ പറയുന്നു ഇങ്ങനെ വരും. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ കൊതി കൊണ്ടാണ്. അവിടെ ഈ കൊതികളൊന്നുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ അനാദിയായ മണ്ഡലങ്ങളിലേക്ക് സ്വയം വ്യാപരിക്കാനും എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളാനും ആ അനുഭവങ്ങളിൽ നിന്ന് ഉള്ളതെടുത്ത് പ്രപഞ്ചത്തിൻ്റെ മറ്റുള്ള ജീവികളുടെ അനുഭവങ്ങളുടെ കൂടെ ചേർത്തിട്ട് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. അങ്ങനെ ഒരു സങ്കല്പത്തിൽ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. കാരണം ഈ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമല്ല.
സങ്കല്പിക്കാൻ കഴിയുന്നില്ലേ നമുക്ക്? സ്വപ്നം കാണുന്നില്ലേ? സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് വേർത്ത് ചാടി എഴുതാക്കുന്നു. എന്തിനാ വേർക്കുന്നത്? അനുഭവം ഉള്ളതുകൊണ്ടാണ്. അനുഭവങ്ങൾക്ക് സത്യമുണ്ട്. സ്വപ്നവും യഥാർത്ഥമാണ്. ഒരുപാട് പേർക്ക് സാധാരണ സീക്കേഴ്സ് എന്ന് വിളിക്കാവുന്ന ഒരു കാറ്റഗറിക്കുള്ള സംശയം എല്ലാവർക്കും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കാര്യം എക്സ്പീരിയൻസ് തിയറികളെക്കാൾ ഒരു ലെവൽ ഡീപ്പായി പോകും എന്നുള്ളൊരു ധാരണയെന്നാണ് ആ ചോദ്യം വരുന്നത്. അങ്ങേക്ക് ഈ എന്തെങ്കിലും പാരാനോർമൽ എന്ന് നോർമൽ എന്താണെന്നുള്ള നിർവചനം മറ്റൊരു ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും ബിയോണ്ട് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ, പൂർവ്വജന്മ, പുനർജന്മ, റീകളക്ഷൻ, ദേജാവു, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ 65 വർഷത്തിന് മുമ്പ് എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും ഞാൻ എന്ന് പറയുന്ന ഒരു ബോധമോ എൻ്റേതായ എന്തെങ്കിലും ഒരു സംഗതിയോ ഈ ഭൂമുഖത്തുണ്ട്. അത് ബീജരൂപമായിരിക്കാം, പൂർവ്വ ബീജരൂപമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പൂർവ്വജന്മം എന്ന് പറയുന്ന ഒരെണ്ണം അല്ലെങ്കിൽ പുനർജന്മം എന്നൊരെണ്ണം ഉണ്ട്. അത് വ്യാപാരിയായിട്ടോ പാട്ടുകാരനായിട്ടോ സന്യാസിയായിട്ടോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനായിട്ടോ കാട്ടാളനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ ആണ് എന്ന് പറയാൻ ഒക്കില്ല. അങ്ങനെ പറഞ്ഞ ആളുകളെ മിരട്ടുന്നത് ശരിയല്ല. ഞാൻ കഴിഞ്ഞ ജന്മം, എൻ്റെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്ന് എനിക്ക് വാസ്തവത്തിൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ. എനിക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ജ്യോത്സ്യൻ പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു സന്യാസിയായിരുന്നു, ഞാൻ പണ്ട് വലിയ ദിവ്യനായിരുന്നു, വേദവ്യാസൻ്റെ കൊച്ചാനായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഒരു കാര്യമില്ല അതിൽ. എൻ്റെ കഴിഞ്ഞ ജന്മം വാസ്തവത്തിൽ ഞാനൊരു പോത്തായിരുന്നിരിക്കും, ആയിരിക്കാം, ചിലപ്പോൾ ഒരു പുഴുവായിരിക്കും. ജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരീരശാസ്ത്രപരമായിട്ട് തന്നെ പറയാം, എൻ്റെ ഈ ശരീരം ജീർണിച്ചു പോയാൽ ഞാനാകുന്ന ഊർജം ഉണ്ട്. ആ ഊർജം പ്രപഞ്ചത്തിൽ എവിടെ വ്യാപരിക്കുന്നുണ്ട്. തീർച്ചയാണ് ആ ഊർജത്തിൻ്റെ പുനർജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഊർജം അസ്തമിക്കുന്നില്ല. ഊർജം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഈ ഊർജം എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഈ ഓർമ്മയുള്ളത്. സ്മൃതികൾ ഏത് തരത്തിലും ഉണ്ടാകാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നിരന്തരം കാണുമായിരുന്നത് തഞ്ചാവൂരിനെയാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെ ഒരിക്കലും ആരും പടം കാണിച്ചു തന്നിട്ടില്ല. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് പടങ്ങൾ വളരെ കുറവായിരുന്നു. സിനിമ എന്ന് പറയുന്നത് കഷ്ടിച്ച് വല്ലപ്പോഴും ശിവാജി ഗണേശനും ഒക്കെ അഭിനയിക്കുന്ന സിനിമ കാണുന്നു എന്നല്ലാതെ എനിക്ക് അതും അറിയില്ല. പക്ഷേ സംഗീതം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിശാലമായ നദിയും പാടവും ക്ഷേത്രങ്ങളും ഒക്കെ തെളിയും. ഞാൻ നിരന്തരം സംഗീതം കേൾക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ അതിൻ്റെ പുറത്തൂടെ ഞാനങ്ങ് നടക്കും. അതിൽ സ്വപ്നം കണ്ട് നടക്കുക എന്നുള്ളത് എനിക്ക് വലിയ ആനന്ദമായിരുന്നു. അങ്ങനെ സ്വപ്നം കണ്ട് ഒരു ദിവസമോ 2 ദിവസമോ കഴിയാൻ എനിക്ക് കുട്ടിക്കാലത്തൊരു മടിയില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞു. ഏറെക്കാലത്തിന് ശേഷം ഞാൻ തഞ്ചാവൂർ പോയപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് നിരന്തരം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ ജീനുകൾക്കകത്ത് എവിടെയോ നിക്ഷിപ്തമായിരിക്കുന്ന ഓർമ്മയുടെ അംശമാണ്. ഏറ്റവും മഹാനായ ഒരു ആളിൻ്റെ ഒരു തിരുവോളം ഓർമ്മയും ഏറ്റവും ദ്രോഹിയായ ഒരുത്തൻ്റെ ജന്മത്തിൻ്റെ ഓർമ്മയും എൻ്റെ അകത്ത് കാണും. എൻ്റെ അകത്തൊരു ഹിറ്റ്ലറും ഒരു ക്രിസ്തുവും ഉണ്ടായിരുന്നു വരും. അത് ശാസ്ത്രപരമായി ഇത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇലക്ട്രോണുകളുടെ കളിയാണിത്. ഈ ഇലക്ട്രോൺ എന്ന് പറയാമെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ പ്രാചീന കാലത്ത് നമ്മുടെ പഴയ ഋഷിമാർ കണ്ടിരുന്ന ഈ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ശക്തിയുടെ പ്രസാരണമാണ്. ആ പ്രസാരണം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പ്രസാരണം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇനിയും ജീവികൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നില്ല. ഒരു അധ്യാപകൻ കൂടെ അങ്ങ് എങ്ങനെയാണ് അച്ഛനും അമ്മയും മക്കൾക്ക് ഈ ദൈവം പോലെ ഒരു സങ്കീർണവും എന്നാൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നായിരിക്കും ഒന്ന് പറയാം? അയ്യോ, വളരെ എളുപ്പമല്ലേ. ആദ്യം തമ്പുരാനെ പേടിച്ചു തുടങ്ങുക. നമുക്കൊരു ഏമാനം ഉണ്ടായിരിക്കുക. ഈ ഏമാൻ എല്ലാ കാര്യവും നമുക്ക് സാധിച്ചു തരും എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കുട്ടികൾക്ക്. ആ ഏമാനായിട്ട് അല്ലെങ്കിൽ ദിവ്യനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കഴിയാത്ത ഒരു കാര്യം സാധിച്ചു തരുന്നതായിട്ട് പറഞ്ഞാൽ കുട്ടികൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിൽ കൂടെ കുട്ടികളെ അപാരമായ കാര്യങ്ങളിലേക്ക് നയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്യുന്നത് എങ്ങനെ ന്യൂനമർദ്ദമാണെന്ന് പറഞ്ഞാൽ പിടിയും കിട്ടൂല, ഒന്നും കിട്ടൂല. ദേവേന്ദ്രൻ്റെ ആന മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ദേവേന്ദ്രനെയും പിടികിട്ടും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ലോകങ്ങളുടെ ഒരു അസംഖ്യേയത
എണ്ണാൻ കഴിയാത്തത്ര ലോകങ്ങളുടെ സങ്കല്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവൻ്റെ മനോലോകം വളരെ വിശാലമാവും. ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ദൈവത്തെയും നമ്മൾ നമ്മുടെ ഏത് ദേവസങ്കല്പത്തിലും ഒരു ദൈവത്തെയും മനുഷ്യരൂപമല്ലാതെ സങ്കല്പിച്ചിട്ടില്ല. ഇപ്പോൾ അള്ളാഹയെക്കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന പോലെ അമൂർത്തം, അതായത് പ്രകൃതി വികൃതിഹീനം ഭാവനാതീത ഭാവം സമരസമസാനം മാനസംബന്ധ ദൂരം എന്നൊക്കെ ശങ്കരാചാര്യർ പറയുന്ന ആ അവസ്ഥയിൽ ഉള്ള ഒന്നിനെയാണ്, ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ പറയുന്നത്. അതല്ലാതുള്ള എല്ലാം ദൈവം സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപം ഇതായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇത് പിന്നീട് ആരും എഴുതി വെച്ചാണ്, ദൈവം എഴുതി വെച്ചതല്ല. നമ്മുടെ രൂപത്തിൽ ദൈവത്തെ സൃഷ്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്താണ്. പക്ഷേ ഭാരതീയമായ ഈ ദൈവസങ്കല്പങ്ങളിൽ ദൈവം എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് ഗണപതി, ശിവൻ, വിഷ്ണു എന്നൊക്കെ പറയുന്ന ദൈവകൽപ്പനകളിൽ ഇത് ഏറ്റവും വലിയ കാവ്യാത്മക പ്രവർത്തനമാണുള്ളത്. കവിതയാണിതെല്ലാം. ഗണപതി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു കൊമ്പും തുമ്പിക്കൈയും കുടവയറും ആയിരിക്കുന്ന ഒരുത്തനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഉപകരണങ്ങൾ വെച്ച്, നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ച് കാവ്യാത്മകമായി നമ്മുടെ ഈ ഗണപതി എന്ന സങ്കല്പത്തെ ചിത്രീകരിക്കാൻ ഒരു പടം ഉണ്ടാക്കിയതാണ്. ഓംകാരം എന്നതിനെ ചിത്രീകരിക്കാൻ ഇങ്ങനൊരു പടം ഉണ്ടാക്കി. ഓം എന്ന് വരച്ചിട്ട് അതിലൊരു കണ്ണും വെച്ചു കൊടുത്താൽ ശരിക്കും ആനയുടെ രൂപമായി. ഈ ആനയുടെ തൊട്ട് താഴെ ഒരു എലിയും കൂടെ വരച്ചു വെച്ചു. എലി എന്ന് പറഞ്ഞ നോക്കിയാൽ അറിയാം, ചെറിയൊരെണ്ണമാണ്. ഇങ്ങനെ ഒരു ചെറിയ വരയിട്ടാൽ മതി. 3 എന്ന് എഴുതുന്നതാണ്. 3 എന്ന സംഖ്യയാണ് വാസ്തവത്തിൽ എലിയായി നമ്മൾ കണക്കാക്കിയത്. എന്നിട്ട് നമുക്ക് ആളുകൾക്ക് ആക്ഷേപിക്കാൻ എളുപ്പമായി, ഈ ഗണപതി എന്ന് പറയുന്ന ആന എലിയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്, ഗണപതിയുടെ വാഹനം എലിയാണ് എന്ന് പറയാൻ തുടങ്ങി. അത് ആക്ഷേപിക്കാനുള്ള വഴിയായി. സത്യം മനസ്സിലാക്കുന്നില്ല. 3 മാത്രയിൽ സഞ്ചരിക്കുക, അതാണ് ഓംകാരം ചെയ്യുന്നത്. ഓംകാരത്തിൻ്റെ ഉച്ചാരണ ദൈർഘ്യം 3 മാത്രയാണ്. പ്ലുതം എന്ന് പറയുന്ന മാത്രയാണ്. ആ പ്ലുതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വരച്ച വര എലി എന്നായി. അതിൻ്റെ തത്വം മനസ്സിലാക്കിയാൽ ഇതാണ് ശരി. പരാതി ചത്വാരി വാഗാത്മകം എന്ന് പറയുന്ന പ്രണവസ്വരൂപൻ എന്ന് പറയുന്ന ഒന്നാണ് ഗണപതി. ആ സങ്കല്പത്തിനെ വരച്ചു വയ്ക്കുക എന്നതുകൊണ്ട് കുട്ടികൾക്ക് ആനയുടെ രൂപത്തിൽ ഗണപതിയെ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് അതിന് കഥയുണ്ടായി. നമ്മുടെ വൈദികമായ കാവ്യരൂപങ്ങളെ, വൈദികമായ ശരിയായ അറിവുകളെ ഇതിഹാസമാക്കി. ഇതിഹാസം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കഥകളാണ്. എന്ന് പറയുന്നത് കൊച്ചു കഥകളാണ്. ഈ കൊച്ചു കഥകളാക്കി വെച്ചിട്ട് ആ കഥകൾ രൂപകങ്ങളാണ്. ഇപ്പോൾ പ്രഭാതം എന്ന് പറയുന്നതിന് രൂപകം ഉണ്ടാക്കി. അല്ലെങ്കിൽ അഹല്യ ഒരു രൂപകമാണ്. അഹല്യ ഹലം കൊണ്ട് ഉഴാൻ വയ്യാത്ത, കലപ്പ കൊണ്ട് ഉഴാൻ വയ്യാത്ത ഭൂമി അഹല്യ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതുപോലെ ഓരോ കൊച്ചു കഥകളുണ്ടാക്കുന്നു. ഈ കൊച്ചു കഥകളെ ഇതിഹാസം എന്ന് ആദ്യകാലത്ത് പറഞ്ഞു. പിൽക്കാലത്താണ് മഹാകഥ ഇതിഹാസമായി. പുരാണങ്ങളിൽ ഈ കഥ കുറച്ചുകൂടെ ആളുകൾക്ക് എളുപ്പം മനസ്സിലാകത്തക്ക രീതിയിൽ കൊടുത്തു. ഈ കഥകൾക്കകത്തുള്ള ഗഹനമായ തത്വങ്ങൾ ഗ്രഹിക്കാൻ ഇന്ന് ആളുകൾ വിസമ്മതിക്കുന്നു. അവർക്ക് അറിഞ്ഞൂടാ. ഇത് ഈ ഭാരതീയ ദൈവസങ്കല്പങ്ങളുടെയും കഥകളുടെയും ഒരു ഏറ്റവും വലിയ ന്യൂനതയാണ്. മനസ്സെന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ ഭാവങ്ങളാണ് ഈ ദേവീ ഭാവങ്ങളായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് മുഴുവനും എൻ്റെ മനസ്സിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഈ ദൈവങ്ങളെല്ലാം എൻ്റെ അകത്തിരിപ്പുണ്ട്. കാളി, കരാളി തുടങ്ങിയിട്ടുള്ള അഗ്നികൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡാഗിനി, രാഗിനി തുടങ്ങിയിട്ടുള്ള ദൈവങ്ങൾ, ഇതെല്ലാം എൻ്റെ അകത്തിരിപ്പുണ്ട്. എൻ്റെ ഒരു നാദത്തിലുണ്ട്, എൻ്റെ ഒരു വികാരത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ സൂക്ഷ്മമായി മനുഷ്യ ശരീരത്തിലുള്ള ഭാവങ്ങളെയൊക്കെ വിശകലനം ചെയ്ത് ദേവതാ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപാരമായൊരു കലയാണ്. ഈ കല കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പൊ എന്തായാലും നമ്മുടെ സമയത്തിലേക്ക് അവസാനം, അദ്ദേഹത്തിന്റെ വളരെ തിരക്കുള്ള ഒരു ദിവസത്തിലാണ് നമുക്ക് ഈ സമയം തന്നത്. അവസാനത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം, അങ്ങ് തീർച്ചയായും അങ്ങയുടെ പ്രത്യേകമുള്ള ശബ്ദ സൗകുമാര്യവും അദ്ദേഹത്തിന്റെ കവിതയും ഒക്കെ ഇഷ്ടം, എന്തെങ്കിലും ഒരു 2 വരി, ഏതെങ്കിലും അങ്ങേക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിൽ, അങ്ങയുടെ ഒരുപാട് കവിതകൾ ഞങ്ങളെല്ലാം ആരാധനയോടുകൂടി കേൾക്കുന്നത്. അപ്പൊ അങ്ങയുടെ ഏതെങ്കിലും ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടി. സ്വരം സാമാഗ്നിയാകുമ്പോൾ വീടിൻ സാക്ഷകൾ നീങ്ങുമേ, താനേ തുടിക്കും ആരൂഢ ജീർണ ജീവന്റെ അസ്ഥികൾ.
വാക്ക് പ്രാണാഗ്നിയാകുമ്പോൾ മേഘവാതിൽ തുറക്കുമേ, താനേ കത്തും അകത്തെങ്ങോ കെട്ടുപോയ വിളക്കുകൾ. വാക്ക് സൂര്യാഗ്നിയാകുമ്പോൾ വിശ്വദ്വാരം തുറക്കുമേ, വാക്ക് സൂര്യാഗ്നിയാകുമ്പോൾ വിശ്വദ്വാരം തുറക്കുമേ. വിടരും നമ്മിലന്നോളം നാം കാണാത്തൊരപാരത, വിടരും നമ്മിൽ അന്നോളം നാം കാണാത്തൊരപാരത. വളരെ മനോഹരമായി തന്നെ നമ്മളോട് ദൈവം, ദൈവസങ്കല്പങ്ങൾ എന്നിവ കാവ്യാത്മകമായി, ദാർശനികമായി വിശദീകരിച്ചത് പ്രിയപ്പെട്ട കവി ശ്രീ മധുസൂദനൻ നായർ സാറാണ്. വളരെ നന്ദി സർ.